ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോകുന്നത്. മൈൻക്രാഫ്റ്റ് ഞാൻ അപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മഴ വലിയ സുഖമില്ല, ഞാൻ മഴ നോക്കട്ടെ. അവിടെ പോവാം, എടുക്കാം. രാവിലെ ഈ കളിയാണ് ഇപ്പോൾ സെറ്റ്. മഴ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം പറഞ്ഞു പോയി ഇങ്ങനെ ചൂടുണ്ട്. ഇങ്ങനെ ഒന്ന് സെറ്റാക്കിട്ടോ. ഉള്ളിലാണ് മരം, പുറത്ത് കൂടിപ്പോവാ. പ്രത്യേകിച്ച് നമ്മളിത് പാർട്ട് 1 പാർട്ട് 2 പോയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ പോയി എന്നാലും നമുക്ക് വീട്ടിലോട്ട് പോകാം. മോള് പോയി സ്ക്രീൻഷോട്ടൊക്കെ മോള് പോയി പോയിട്ടുണ്ട്. ഉണ്ടാക്കിയെടുത്ത് നമുക്ക് മുകളിലോട്ട് കേട്ടാലേ. ഇത് ചെറുതായി പോയി. മുന്നോട്ട് സൈഡിലോട്ടൊക്കെ പുതിയത് എന്റെ മോനെ 2 ഷോട്ട് തരുന്നു. എന്റെ ഇതെന്തിന്റെ സൗണ്ട്? വയനാട് കീഴടങ്ങി കിട്ടിയ വലിയൊരു സമ്പത്ത് ആർക്കാണോ കീഴടക്കുന്നത് അവർക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാവുന്ന ഒരു സുഗന്ധവ്യഞ്ജനങ്ങളുടെ നമുക്ക് ഈ സൈഡ് ഫുള്ള് ചെയ്യാൻ മറ്റേ ലൈറ്റാണ്. ഇതാണ്ട് ചൈനക്കാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ വരാനുള്ള കാരണം ഈ പറയുന്ന വനസമ്പത്ത് തന്നെയാണ്. നമുക്ക് ഇവിടെ ഈ ലൈറ്റ് കൊണ്ടിടാം. അവിടെ അവിടെ രാത്രി കാണാൻ സെറ്റായിരിക്കും. അയ്യോ, അതടി ചോട്ടിക്കാൻ മതം മാറ്റത്തിന് എല്ലാ സൗകര്യങ്ങളും അറബികൾക്ക് ഇവിടെ മതം മാറ്റാനുള്ള സൗകര്യങ്ങളും കച്ചവടം മാത്രമായിരുന്നു. നമ്മളിത് അവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. പറയാം, വല്ലാത്ത സൗണ്ടാണ്. മുസ്ലിമിലേക്ക് കൺവെർട്ട് ചെയ്യും. കുഞ്ഞാലി മലക്ക 1, 2, 3, 4 നമ്മള് പാർട്ട് 1 2 ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. എന്താ പശുവിന്റെ കുട്ടിയോ? പക്ഷെ പിന്നീട് യഥാർത്ഥത്തില് കണ്ടത് മറ്റൊന്നായിരുന്നു. ഇവിടെ നിന്ന് മലബാറിൽ നിന്ന് ഹിന്ദുക്കൾക്ക് തുടങ്ങുന്നത് ഈ പറയുന്ന കാലഘട്ടത്തിൽ തുടങ്ങി. പിന്നീട് അത് 1921 ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സിനിമയുടെ ആ കാലഘട്ടത്തിലേക്ക് എവിടെ പോയി എന്നെ കെട്ടിക്കൊണ്ടിരുന്നാണ്ട്. ഇപ്പോഴും ചെറിയ ആഗ്രഹങ്ങൾ, ചിലരുടെ ആഗ്രഹങ്ങൾ മലബാർ ഞങ്ങളുടെ കയ്യിലായിരുന്നല്ലോ, ഇനി ഞങ്ങളുടെ കയ്യിൽ വരണം എന്നുള്ള ആഗ്രഹം അവർക്കിടയിൽ
സ്വതന്ത്രമായിട്ട് ഉള്ള ഒരു രാജ്യം അത് അവരുടെ സ്വപ്നമാണ്. അവരുടെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന 1805 കഴിഞ്ഞ് 2020 ആ സ്വപ്നം അവര് മാറ്റിവെച്ചിരിക്കുന്നു. എപ്പോഴും ഉണ്ടാകുന്ന ഒരു സ്വഭാവമുണ്ട്. സനാതന ധർമ്മത്തിൽ നിന്ന് പാരമ്പര്യമായി ഇസ്ലാം മതത്തിൽ നിന്ന് വന്ന ആയിട്ട് ഈ കൺവെർട്ട് ചെയ്യുന്ന എല്ലാ ആളുകളും ഏത് മതത്തിലേക്ക് പോയി കഴിഞ്ഞാലും കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തീവ്രമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് മാറും. തീവ്ര ഇസ്ലാമിക് സമൂഹം. ഈ മുസ്ലിം മാപ്പിള എന്ന് പറയുന്നതും കൺവെർട്ടഡ് ആയിട്ടുള്ള മുസ്ലിംസ് തന്നെ ഒരു തീവ്രമായ അവരിലുണ്ടായി. കാരണം ഞങ്ങളുടെ രാജ്യമായിരുന്നല്ലോ, ടിപ്പു സുൽത്താന്റെ രാജ്യമായിരുന്നല്ലോ, ഹൈദരിന്റെ രാജ്യമായിരുന്നല്ലോ, ഞങ്ങളായിരുന്നല്ലോ എന്നുള്ളത് പലപ്പോഴും 1921 മുമ്പ് 10-50 വർഷം, ഏകദേശം 1850 മുതൽ 1936 ഈ ധാരാളം കലാപങ്ങളുടെ യഥാർത്ഥ കാരണം ഇവിടെ നിന്ന് ഓടിച്ച് വിട്ട ഹിന്ദുക്കൾ തിരിച്ച് മലബാറിലേക്ക് വരികയും അവരുടെ ഭൂസ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തപ്പോഴുണ്ടായിട്ടുള്ള തർക്കങ്ങളാണ് കൂടുതൽ. കാരണം ഹൈദരാലിയും ടിപ്പുവും മലബാറിനെ ആക്രമിച്ചപ്പോൾ ഇവിടുത്തെ ഹൈന്ദവർ എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോയി. പിന്നീട് ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഹൈദരാലിക്കും ടിപ്പുവിനും ശേഷം വന്ന ബ്രിട്ടീഷുകാരുടെ ക്ലിയർ ആക്കിയൊക്കെ എന്തൊരു സാധനം എന്റെ മോനെ എടാ അടാ പക്ഷെ നിക്ക് പക്ഷെ പറഞ്ഞോണ്ടല്ലേ ഒരു രീതി മലബാറുണ്ടായി. മിക്കവാറും നടന്നിരുന്നത് നോമ്പ് കാലത്താണെങ്കിൽ. അപ്പൊ ഈ നമുക്ക് ഇവിടെ ഈ സാധനം ഉണ്ടാക്കാം. ഒരു ഇസ്ലാമിക രാജ്യം കൊണ്ടുവരാൻ വേണ്ടി തന്നെ ഉണ്ടായ ഒരു തനി പകർപ്പാണ് 1921 സംഭവിച്ചത്. ആ 1921 ചെയ്തികൾ തന്നെയായിരുന്നു എന്ന് ഈ പറയുന്ന ടിപ്പു സുൽത്താനും അദ്ദേഹത്തിന്റെ പിതാവും ഇവിടെ വന്നപ്പോൾ അതിന് മലബാർ കീഴടക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുത്തത് അർക്കൻ കുടുംബമാണ്. ഹിന്ദു കൺവേർട്ട് ചെയ്ത് വന്ന ആ രാജവംശത്തിലെ ഒരു മകളെയാണ് ടിപ്പുവിന്റെ മകനെ വിവാഹം ചെയ്തു കൊടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഈ മലബാറിലേക്ക് ടിപ്പുവിനെ അണിയിച്ചു കൊണ്ടുവരാൻ ഒരുപാട് സഹായം ഈ രാജകുടുംബം ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ ഇതിന്റെ സ്വാഭിമാനം അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് പൊട്ടിച്ചിട്ടാണ് സ്റ്റെപ്പൊക്കെ സെറ്റാക്കാം. വീട് മാത്രം തിളങ്ങി കാണാം. മോഡലുകാരുടെ ലൈറ്റ് ഒന്നും വെക്കണ്ട. ഈ ലൈറ്റ് ഇങ്ങനെ നമുക്ക് പുറത്തുനിന്ന് എവിടെ നോക്കണം. നമ്മളിതിന്റെ
അടിയിലായിട്ടൊരു സെറ്റ് കാണാൻ സിറ്റിംഗ് റൂമിൻ്റെ സിറ്റിംഗ് റൂം പക്ഷെ അന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പൊരുത്തം നടന്നത്. ഏത് കാലഘട്ടം മുതലാണ് ഇവിടെ ഈ ഐക്യവും കാര്യങ്ങളും ഉണ്ടായിരുന്നത് ഇപ്പോഴും പറയുന്നില്ലല്ലേ. നിങ്ങളല്ലേ ഞാൻ ഉണ്ടാക്കിയിട്ട് കണ്ടോ. ഓക്കെ അതൊക്കെ ഇങ്ങനെ ആയിരുന്നു. അത് ഉണ്ടാക്കിയെടുത്തൊരു ചരിത്രമാണ് എന്നാണ് എന്റെ പക്ഷം. ഈ പറയുന്ന നമുക്ക് സ്റ്റെപ്പ് എടുക്കാം. ഈ പറയുന്ന കൊടിയ അങ്ങനെ അവര് യോജിക്കില്ലല്ലോ. ബ്രാഹ്മണ സമൂഹം വന്നിട്ട് ഇവിടുന്ന് മറ്റു സമുദായങ്ങളിൽ വിവാഹം കഴിച്ചതായിട്ട് പൂർവ്വരേഖ. പിന്നീടാണ് ഈ പുതിയ ജാതി കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ആധുനിക സമൂഹത്തിൽ വിട്ടുതട്ടാൻ വേണ്ടിയിട്ട് നമ്പൂരി ഭയങ്കര പ്രശ്നമായിരുന്നു. എല്ലാവരും ഒരുപാട് അനാചാരങ്ങൾ വന്നിരുന്നു ഹൈന്ദവ സമൂഹത്തിൽ എന്നുള്ളത്. പക്ഷെ ആ അനാചാരങ്ങൾ മുഴുവനും മാറ്റിയെടുത്തത് അതേ സമൂഹം തന്നെയാണ്. അല്ലാതെ പുറത്തു വന്ന കമ്മ്യൂണിസ്റ്റുകാരോ അതല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളോ ഒന്നുമല്ല ഈ ഹൈന്ദവ സമൂഹത്തിന് മാറ്റം വരുത്തിയത്. അതേപോലെ ഹൈന്ദവ സമൂഹത്തിൽ നിലകൊണ്ട ആള് തന്നെയാണ് പഴശ്ശിരാജാവ്. ഞാൻ പറഞ്ഞു സ്വന്തം ദേവി കയ്യിലുണ്ടായിരുന്നു. ആ വിഗ്രഹത്തിനെ നിത്യപൂജ നടത്തുമായിരുന്നു ആ മനുഷ്യൻ. ഈ കൊക്കലി ദേവിയെ കൊണ്ട് നടക്കുമായിരുന്നു. സ്വന്തം സംസ്കാരത്തോട് അത്രയും സ്നേഹമുള്ള മനുഷ്യൻ. അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് അവർ കൊടുക്കുന്ന 8,000-ഓ 10,000-ഓ വലിയ തുകയാണെന്ന് അത് വാങ്ങിച്ച് ഒരു വലിയ ബംഗ്ലാവ് വെച്ച് കാര്യസ്ഥരാക്കാൻ നിന്നാൽ പോലെ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ഇല്ല. ബ്രിട്ടീഷുകാർ വെച്ച് നീക്കിയ ഒരു പണത്തിനും അദ്ദേഹം തല കുറിച്ചു. നമ്മൾ നടു എത്തി നമുക്ക് വളരെ കുറച്ച് കാലത്ത് 200 വർഷത്തിന് മുമ്പ് ചരിത്രം പോലും ഒന്നും കാണാൻ ഫ്രണ്ടിങ്ങാട്ടോ ഫ്രണ്ടിലോട്ട് അങ്ങനെ കിട്ടുകയാണ്. കണ്ടുണ്ടോ സെറ്റ് ആയിട്ട് അപ്പൊ ഗൈസ് ഇവിടെ നമുക്ക് തന്നെ ബൈ ബോയ്. ഇവിടെ ആ ചരിത്രം അറിയുമ്പോഴാണ്, ചരിത്രബോധമുള്ളവരായി സമൂഹം മാറുമ്പോഴാണ് എന്റെ മുന്നേ പോയ ഈ പടയാളികൾ എനിക്ക് വേണ്ടി എത്രമാത്രം ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇന്ന് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അറിയുമ്പോഴാണ് ഒരു സെല്യൂട്ട് ആദ്യം കൊടുക്കുക പഴശ്ശിരാജയ്ക്ക്. അത് അറിയാതിരുന്നാൽ എം.ടി. വാസുദേവൻ അപ്പൊ നമ്മളത് ഈ സൈഡ് ഫുള്ള് നേരത്തെ എടുത്ത അതേ വഴി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി
അങ്ങേയറ്റ പൊരുതിയ മനുഷ്യനാണ്. ആ ചരിത്രം ചെറുപ്പക്കാരാണ്. പഴശ്ശിയുടെ കാര്യങ്ങൾ വീണ്ടെടുക്കാനും പഴശ്ശിയുടെ ചരിത്രം വീണ്ടും ഒന്ന് രചിക്കപ്പെടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. നല്ല കാര്യം. ഇന്ന് പഴശ്ശി ദിനം ആചരിക്കുന്നത് പോലും ഒരുപക്ഷെ സ്ഥലമാണ്. ഇന്നലെ പഴശ്ശി ദിനമാണെന്ന് പറഞ്ഞു. പഴശ്ശിയെ ഓർമ്മിക്കുന്നു. നമുക്ക് ടിപ്പു സുൽത്താന്റെ ജന്മദിനവും മരണ ദിനവും ഒക്കെ ആഘോഷിക്കുന്ന ആളുകളാണ് പഴശ്ശിയെ മറന്നു. അവിടെയാണ് നമ്മൾ മറന്നു പോകുന്നത്. നമ്മൾ ചെയ്ത ഏറ്റവും വചനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചരിത്രത്തെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക, അത് കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ശ്രമങ്ങൾ, ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നത് ഇതൊക്കെ വീണ്ടെടുക്കാനും അത് വീണ്ടെടുക്കപ്പെടണം. ഇപ്പോഴുള്ള അവസ്ഥയിൽ പോലെ മാനന്തവാടിയുള്ള ആ മരണ അടക്കിയ കോടാനുകോടി വെട്ടിക്കാനുള്ള സ്മാരകങ്ങളും അല്ല വേണം. ചരിത്രം ചരിത്രമായിട്ട് സത്യസന്ധമായിട്ട് പുറത്തു കൊണ്ടുവരാൻ പഴശ്ശിയുടെ കാര്യത്തിൽ ഇനി അത് ഉണ്ടാവേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട എല്ലാത്തിനും കൊടുക്കണം. അത് ആവശ്യമാണ്. ഞങ്ങള് മാനന്തവാടി ചെന്നപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ പുറത്തേക്ക് വെച്ച് ചെരുപ്പിട്ട് കയറുന്നത്. ഞങ്ങൾ അവിടെ നോക്കി ചെരുപ്പം കഴിച്ച് ഞാൻ ഷൂസ് കഴിച്ച് പുറത്തേക്ക് വരുമ്പോൾ കുറെ കുട്ടികൾ, ഒരു പ്രത്യേക തരത്തിൽപ്പെട്ട കുട്ടികൾ, അങ്ങനത്തെ വയസ്സ്, അവർ ചെരുപ്പ് ഊരാൻ അകത്തേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞു ഊരിയിട്ട് കാരണം എന്താ ചെരുപ്പ് കയറിയാൽ ഒരു ദേശാഭിമാനിയുടെ അദ്ദേഹം സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ ലൈറ്റൊക്കെ അടക്കിട്ട് സ്റ്റെപ്പൊക്കെ പൊട്ടിച്ച് അവിടെ സെറ്റാക്കി വെക്കുകയാണ്. അപ്പൊ അവിടെ അങ്ങനെ നമ്മൾ വെക്കുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് വെച്ച് അടുത്ത സ്റ്റെപ്പ് എന്തായാലും നമ്മളിത് അങ്ങനെ ഫുള്ള് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ ഫുള്ള് ചെയ്തെടുത്തിട്ട് ഇനി അപ്പുറത്തും ചെയ്യണം, ഇപ്പുറത്തെ സൈഡിൽ ചെയ്യണം, ആ സൈഡിൽ ചെയ്യണം. അപ്പൊ ഈ സൈഡും കൂടി നമുക്കൊന്ന് കുടിക്കാം. അതിൽ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫാൻ എടുക്കാം, തുറക്കാം, എന്നിട്ട് നമുക്ക് ഈ കോളിനൊക്കെ അപ്പൊ നമ്മളവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടിരിക്കുകയുണ്ട്. പക്ഷേ നടക്കില്ല. പറഞ്ഞില്ല നമ്മളത് കൊണ്ടുണ്ടാക്കാം. ഉണ്ടാക്കാം.
അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നോട്ടെ. ഒരു ബ്ലോക്ക് എടുക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ. പാർട്ട് 2 വീഡിയോ നമ്മുടെ അവിടെ നിന്നിരിക്കും. വെയിറ്റ് ചെയ്യും.